ഇന്നത്തെ അറിയിപ്പുകൾ. കനത്ത മഴയിൽ പരീക്ഷ നഷ്ടമായ ഉദ്യോഗാർത്ഥികൾക്ക് PSC വീണ്ടും അവസരമൊരുക്കുന്നു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ ദുരിതം വിതച്ചിട്ടും PSC പരീക്ഷ നടത്തിയതിൽ കടുത്ത എതിർപ്പുയർന്നതോടെ 3 ജില്ലകളിലുള്ളവർക്ക് വീണ്ടും എഴുതാൻ അവസരം നൽകുന്നു. ശനിയാഴ്ച നടത്തിയ 10ാം തലം പൊതു പ്രാഥമിക പരീക്ഷ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾക്ക് കനത്ത മഴ കാരണം എഴുതാൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് 22-ന് നടത്തുന്ന 2ാം ഘട്ട പരീക്ഷയ്ക്കൊപ്പം അവസരം നൽകാൻ PSC തീരുമാനിച്ചത്. പരീക്ഷ എഴുതാനാകാത്തവർ രേഖ സഹിതം ഇതിന് പ്രത്യേകം അപേക്ഷിക്കണം. വിശദമായ മാർഗരേഖ പിന്നീട് നൽകുമെന്ന് PSC അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IIM-കളിലേക്കുള്ള പ്രവേശന പരീക്ഷയെ CAT 2026 അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 15 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. IIM-കളുടെയും രാജ്യത്തെ പ്രമുഖ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും ഫുൾ ടൈം PGP, PGDM, എക്സിക്യൂട്ടീവ് MBA, ഡോക്ടറൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള CAT 2026 പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ജനറൽ വിഭാഗക്കാർക്ക് കുറഞ്ഞത് 50%, SC, ST, PWBD വിഭാഗക്കാർക്ക് 45% മാർക്കോടെ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഫലം കാത്തിരിക്കുന്നവർക്കും താൽക്കാലികമായി അപേക്ഷിക്കാം. ഓഗസ്റ്റ് 3 രാവിലെ 10 മുതൽ സെപ്റ്റംബർ 15 വൈകിട്ട് 5 വരെ ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യണം. SC, ST, PWBD വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് 1350 രൂപയും മറ്റുള്ളവർക്ക് 2700 രൂപയുമാണ്. അഡ്മിറ്റ് കാർഡ് നവംബർ 4 മുതൽ ലഭ്യമാകും. പരീക്ഷ നവംബർ 29-ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തും. പരീക്ഷാഫലം ജനുവരി ആദ്യവാരം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ സർവകലാശാല പരീക്ഷകളും അക്കാദമിക് സംവിധാനങ്ങളും ഏകീകരിക്കാൻ പുതിയ നീക്കവുമായി വിദഗ്ധ സമിതി. SCAPEC രൂപീകരിച്ച് പൊതുവായ അക്കാദമിക് കലണ്ടറും പരീക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കാൻ ശുപാർശ. കേരളത്തിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ആദ്യ സമഗ്ര അവലോകന റിപ്പോർട്ട് വലിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പ്രൊഫസർ ഗ്ലാഡ്സ്റ്റൺ രാജ് S അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് സമർപ്പിച്ചത്. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ പരീക്ഷാ സംവിധാനങ്ങൾ ഏകീകരിക്കാൻ സ്റ്റേറ്റ് കൺസോർഷ്യം ഫോർ അക്കാദമിക് പ്ലാനിംഗ് ആൻഡ് എക്സാമിനേഷൻ കോർഡിനേഷൻ അഥവാ SCAPEC രൂപീകരിക്കണമെന്നാണ് പ്രധാന ശുപാർശ. കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സർവകലാശാലകളും പൊതുവായ അക്കാദമിക് കലണ്ടറും പരീക്ഷാ ടൈം ടേബിളും എല്ലാ വർഷവും മാർച്ച് 31-നകം പ്രസിദ്ധീകരിക്കണം. പാഠ്യപദ്ധതി, ഇന്റേൺഷിപ്പ്, മൂല്യനിർണ്ണയ രീതികൾ, പരീക്ഷാ ചട്ടക്കൂടുകൾ എന്നിവ ഏകീകരിക്കാനും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിന്താശേഷിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ചോദ്യപേപ്പറുകൾ പുനർരൂപകൽപ്പന ചെയ്യണമെന്നും ശുപാർശയുണ്ട്. ഇന്റേണൽ അസസ്മെന്റിന് 20% മാർക്ക് നൽകുക, ലബോറട്ടറി പരീക്ഷകൾക്ക് പുറം എക്സാമിനർമാരെ നിയോഗിക്കുക, സ്കോളർഷിപ്പുകൾ 4ാം വർഷ പഠനത്തിലേക്ക് വ്യാപിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് നാളെയും ശക്തമായ മഴ തുടരും. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. 10 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ മഴ വീണ്ടും ശക്തിപ്പെട്ടേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 6-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനിടെ ഇടമലക്കുടിയിൽ മണലിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പഞ്ചായത്തിലെ 3 കുടികൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നെൽമണൽക്കുടി, മുളകുതുറക്കുടി, ഈത്തപ്പൻകുടി എന്നീ കുടികളാണ് മണലിയാർ കര കവിഞ്ഞതോടെ ഒറ്റപ്പെട്ടത്. അടിയന്തര ആവശ്യങ്ങൾക്കും സാധനങ്ങളും വാങ്ങുന്നതിനുമായി തമിഴ്നാട്ടിലെ വാൽപ്പാറ മേഖലയെ ആശ്രയിച്ചിരുന്ന കുടിനിവാസികൾ പുഴ കവിഞ്ഞൊഴുകിയതോടെ മറുകര കടക്കാനാകാത്ത അവസ്ഥയിലാണ്. ഇടുക്കി ഡാമിന്റെ ഡൈവേർഷൻ ഡാമുകളായ കല്ലാറിലും ഇരട്ടയാറിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നു. ഇരട്ടയാർ ഡാമിൽ ജലനിരപ്പ് റെഡ് അലർട്ട് പരിധിയിലെത്തി. കല്ലാർ ഡാമിലെ ജലനിരപ്പും റെഡ് അലർട്ടിലേക്ക് ഉയരുകയാണ്. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്നതിനാൽ നദിക്കരകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം കോഴിക്കോട് എക്സ്പ്രസ് ഉൾപ്പെടെ വിവിധ ട്രെയിൻ സർവീസുകളും റദ്ദാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.